ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗോകുൽ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് ഗോകുൽ, യഥാർത്ഥ പേരല്ല. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. +2 വരെ ഞാനൊരു റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഗൾഫിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എൻ്റെ +2 പഠനമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് വന്നു. എങ്കിലും ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ബോർഡിങ്ങിൽ നിന്ന് പോയത്. അവിടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അർജുൻ. അവനും ഞാനും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. എൻ്റെ മാതാപിതാക്കൾ ദൂരെയാണ്, എന്നെ ബോർഡിങ്ങിലാക്കി. അതുകൊണ്ട് എനിക്ക് ചിലപ്പോഴൊക്കെ അവരോട് ദേഷ്യം വരുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത്. എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയായത്, മോനോട് എനിക്ക് ഇഷ്ടക്കുറവോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പക്ഷേ അർജുൻ എപ്പോഴും എന്നോട് പറയും, എൻ്റെ അച്ഛനും അമ്മയൊക്കെ സെൽഫിഷാണ്, അവർക്ക് വിദേശത്തൊന്നും ജോലിയൊന്നുമില്ല, നാട്ടിലൊക്കെ തന്നെയാണ്. എന്നിട്ടും എൻ്റെ അനിയത്തി അവരുടെ കൂടെ നിർത്തിയിട്ട് എന്നെ പഠിക്കാൻ വേണ്ടി കൊണ്ട് ബോർഡിങ്ങിലാക്കി എന്നൊക്കെ പറഞ്ഞ് അവന് ഒത്തിരി ദുഃഖമുണ്ടായിരുന്നു. പണം ഉണ്ടെങ്കിൽ പോലും അച്ഛനെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മയെക്കുറിച്ച് അവന് അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അമ്മയാണ് എല്ലാത്തിനും കാരണക്കാരിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അമ്മയാണ് അവനെ ബോർഡിങ്ങിൽ കൊണ്ടുവിടാൻ മുൻകൈ എടുത്തത്, അച്ഛനൊരു പാവമാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സെൻറ്റിമെൻറ്റ്സ് പറയുമായിരുന്നു. എന്തായാലും +2 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ വീടുകളിലേക്ക് പോയല്ലോ. എൻ്റെ വീടും അവൻ്റെ വീടും തമ്മിൽ ഒരു 7 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അഡ്മിഷൻ കിട്ടിയത് ടൗണിൽ ഒരേ കോളേജിലാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഒന്നിച്ച് പോകാനും വരാനും ഒക്കെ തുടങ്ങി. അർജുൻ്റെ അമ്മ ഒരു ഹൈ ക്ലാസ് ലേഡിയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു സിനിമാടിയെ പോലെ ഇരിക്കും. പ്രായമൊന്നും അവരെ ബാധിച്ചിട്ടേ ഇല്ല. പ്രത്യേക സ്റ്റൈലിലാണ് സംസാരവും നടപ്പും എടുപ്പും ഒക്കെ. അവർ പാചകമൊന്നും ചെയ്യാറില്ല. വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് നാടൻ സാഹചര്യങ്ങളും അവരുടെ വീട്ടിൽ മോഡേൺ സാഹചര്യവുമാണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകും. അവനെ വിളിക്കും, എടാ നമുക്ക് കോളേജിൽ നിന്ന് വന്നിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരിക്കാം, അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതിയെന്ന്. അപ്പം തൊട്ടാണ് അവൻ്റെ അമ്മയോട് ഞാൻ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. നേരത്തെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണാനൊക്കെ ഇടയ്ക്ക് അവർ വരുമായിരുന്നു. ആ സമയത്ത് ഞാൻ അധികം ശ്രദ്ധിക്കില്ല. അവൻ പോയിരുന്ന് അവരോട് തർക്കിച്ചിട്ട് തിരിച്ചു വരും. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവർ എന്നോട് നല്ല സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ മിക്കവാറും ബിസി ആയിരിക്കും. വേലക്കാരിയോട് എല്ലാം പറയും, കുട്ടികൾ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കൂ എന്നൊക്കെ പറയും. അവർക്ക് നല്ല കൺസിഡറേഷൻ ഉണ്ട്. പക്ഷേ അർജുനാണെങ്കിൽ അവരോട് എന്തോ ഒരകൽച്ച തന്നെയാണ്. ഒരു ദിവസം ഇവരെ പോലെ തന്നെ നല്ല മോഡേണായ ഒരു സ്ത്രീ ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ എതിർവശത്ത് വന്നിരുന്നു. ഞാനിപ്പോൾ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ അതേ സ്റ്റൈലില്ലേ, നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഇവളുമാരുടെ സ്വഭാവമൊന്നും ശരിയല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അമ്മയെ ഉപമിച്ചല്ലേ പറഞ്ഞത്, അപ്പോൾ നിൻ്റെ അമ്മയുടെ സ്വഭാവം മോശമാണെന്ന്. അവൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് അവനോട് പറഞ്ഞു, എടാ അന്ന് നമ്മൾ ബേക്കറി ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിരുന്നില്ലേ, അന്ന് ഞാൻ ആ സ്ത്രീയെപ്പറ്റി അങ്ങനൊരു കമൻറ്റ് നടത്താൻ പ്രധാന കാരണം എൻ്റെ അമ്മയാണ്. എന്താണ് നിൻ്റെ അമ്മയോട് നിനക്ക് ഇത്ര വിരോധം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടില്ലല്ലോ. രാത്രിയാകുമ്പോൾ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം മൊത്തം മാറും. അച്ഛൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ കാണില്ല. അച്ഛനും അമ്മയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയും. ഇനി അഥവാ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരും. അച്ഛന് 100 ബന്ധമുണ്ടെന്ന് അമ്മ പറയും, അമ്മയ്ക്ക് 100 ബന്ധമുണ്ടെന്ന് അച്ഛനും പറയും. അച്ഛൻ്റെ ബന്ധങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അച്ഛനില്ലാത്ത ദിവസങ്ങളിൽ പലപ്പോഴും അമ്മ വൈകിട്ട് വരുമ്പോൾ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വരും. എന്നിട്ട് വീട്ടിൽ ഒത്തിരി നേരം ചെലവിടും. ഞാൻ താഴേക്കിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അമ്മ അത്താഴത്തിന് മുമ്പാണെങ്കിൽ ഓക്കെ, അത്താഴം കഴിഞ്ഞ് താഴേക്കിറങ്ങി വന്നു കഴിഞ്ഞാൽ അമ്മ എന്നെ ചാടിക്കും, നീ മുകളിൽ പോയിക്കോ, ഇങ്ങോട്ടിറങ്ങി വരണ്ട എന്ന് പറയും. പല സമയത്ത് ഇത് പറഞ്ഞ് അമ്മയെ ഞാൻ ഇവിടെ വഴക്കിട്ടിട്ടുണ്ട്. ഒരു ദിവസം അമ്മ തുറന്നു പറയുകയും ചെയ്തു, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, അതിനാണ് എൻ്റെ ജീവിതം, നീ നിൻ്റെ കാര്യം നോക്ക്, അല്ലാതെ അമ്മയുടെ പുറകെ നടന്ന് അമ്മയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുകയോ തടയിടാനോ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ നീ പറഞ്ഞത് നിൻ്റെ അമ്മയുടെ കലിരിപ്പ് ശരിയില്ലെന്നാണോ? അതേടാ, ശരിയേ അല്ല. അപ്പോൾ നിൻ്റെ പെങ്ങളവിടില്ലേ, രാത്രി അവളിത് കാണില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അതെനിക്കറിയില്ലേ, എൻ്റെ പെങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അച്ഛമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം 7 മണിയാകുമ്പോൾ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, മിക്കവാറും അവിടെ രാത്രി. അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം. ഞാൻ താഴേക്കിറങ്ങി വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പല കാര്യങ്ങളും മുടങ്ങിപ്പോകും. പക്ഷേ നിൻ്റെ അമ്മയുടെ സ്വഭാവവും സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നില്ലല്ലോടാ.
അതാണ് ഞാനും പറഞ്ഞത്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് അറിയില്ല. പുറത്ത് അച്ഛനും അമ്മയും ശരിക്കും മാതൃകാ ദമ്പതികളാണ്. പക്ഷേ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. അച്ഛൻ ഈ വീട്ടിലേക്ക് സുഹൃത്തുക്കളൊന്നും വിളിച്ചുകൊണ്ട് വരാറില്ല. അച്ഛന് പുറത്തെന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വയ്യ. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. നീ ഇപ്പം അതിൽ ദുഃഖിക്കേണ്ട കാര്യം എന്താ? നീ അവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ട. ഇഷ്ടം പോലെ പണമുണ്ട്, നമുക്ക് അടിച്ചു പൊളിച്ച് നടന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഓ എങ്ങനെയാടാ, രാത്രിയായി കഴിയുമ്പോഴേക്കും ഇവരുടെ പല ശബ്ദങ്ങളും കൂക്കിവിളികളും ഒക്കെ ഞാനല്ലേ കേൾക്കുന്നത്. അതുമാത്രമല്ല ചെറിയ രീതിയിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കും വരുന്നവരുമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല ഹെഡ്സെറ്റും എടുത്ത് ചെവിയിൽ വെച്ചാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇതൊക്കെ കേൾക്കാൻ പോകുന്നത്? നിനക്ക് നിന്റെ മുറിയിൽ പോയി മുറിയുടെ കഥക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കേൾക്കണ്ടല്ലോ. അമ്മയുടെ സ്വഭാവം എന്തായാലും ഇങ്ങനെയാണെന്ന് മനസ്സിലായി. നീ വഴക്കുണ്ടാക്കിയിട്ടും അവർ തിരുത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ അവരെ അവരുടെ പാട്ടിന് വിട്ടാൽ പോരെ? നീ പറഞ്ഞതുപോലെ അങ്ങനെ സിമ്പിളായിട്ട് വിചാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിപ്പോൾ അവനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ സിമ്പിളായിട്ട് വിചാരിക്കണം. കാര്യം അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അച്ഛൻ ഇങ്ങനെയാണ്. ഇത്രയും പ്രായമായിട്ടും അവരോട്ട് മാറുന്നുമില്ല. ഇനിയിപ്പം നമുക്ക് മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് നീ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെയാടാ, എനിക്ക് പലപ്പോഴും പേടിയാണ്. കാര്യം നമ്മളുടെ പ്രായമുള്ള ചെക്കന്മാരൊക്കെ ഇടയ്ക്ക് അമ്മയുടെ കൂടെ വരാറുണ്ട്. ഇനിയിപ്പം നമ്മളെ അറിയാവുന്ന നമ്മുടെ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സോ മറ്റോ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പുറത്താകില്ലേ? ഞാൻ പറഞ്ഞു, ഛേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നീ ഓവർ തിങ്ക് ചെയ്യേണ്ട. അവരെ അവരുടെ പാടിന് വിടൂ, അതാണ് നല്ലത്. എതിർത്താലും അവർ മാറില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ വീട്ടിലങ്ങനെ മരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകില്ല. കാര്യം സദാചാരം മുറുക്കെ പിടിക്കുന്നവരാണ് ഇവർക്ക്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫ്രീ ലൈഫ് സ്റ്റൈലാണ്. ഇടയ്ക്ക് രണ്ടുപേരും വഴക്കുണ്ടാക്കെങ്കിലും രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. വിവാഹമോചനമൊട്ട് നടക്കുന്നുമില്ല. നമ്മളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ എപ്പോൾ അച്ഛനും അമ്മയും അടിച്ചു പിരിഞ്ഞു എന്ന് നോക്കിയാൽ മതി. എന്തായാലും അവരുടെ സ്വഭാവം, അവരുടെ കഥകൾ ഒക്കെ ഇടയ്ക്ക് പിന്നീട് അവൻ എപ്പോഴും പറയാൻ തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കവരെ ഒരു പ്രത്യേകതര കാറ്റഗറി നിർത്താനായിരുന്നു താല്പര്യം. അവർ ഒരു ദുരൂഹതയുള്ള സ്ത്രീയാണ്. ഒരു സർപ്പ സൗന്ദര്യം അവർക്കുണ്ട്. യക്ഷിക്കഥകളൊക്കെ കാണുന്ന പോലെ അവരെ ഞാൻ പലപ്പോഴും സങ്കല്പിക്കാറുണ്ട്. അവരുടെ ചുറ്റും രഹസ്യങ്ങൾ, നിഗൂഢതകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാര്യം അവർക്ക് എന്തോ ഒരു അട്രാക്ഷനുണ്ട്. അതുമാത്രമല്ല അവർ ഒരു കാമിനിയും മോഹിനിയുമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതൊരു ആൺകുട്ടിയാണെങ്കിലും അവരെ കാണുമ്പോൾ അവർ മാടി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ പോയി വീഴും. അവർ സംസാരിക്കുമ്പോൾ ഒരു മതാള സ്വഭാവമാണ്. ചുണ്ടുകളൊക്കെ പ്രത്യേക രീതിയിലാണ് ചലിക്കുക. അതേപോലെ നാക്കുകൊണ്ടും ചിലപ്പോൾ അവർ സംസാരിക്കുന്നതിനിടയിൽ എന്തോ ഒരു ഭാവമാറ്റം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സിനിമകളിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മയങ്ങുന്ന കണ്ണുകളാണ് അവർക്കുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ കേട്ട് അവരെ ഞാൻ വേറൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് സങ്കല്പിക്കാൻ തുടങ്ങി. അവൻ്റെ അമ്മയാണ് അതെന്നുള്ളത് ഞാൻ പാടെ മറന്നു. അതിന് പകരം ദുരൂഹതയുള്ള കഥകളൊക്കെ കേൾക്കാൻ നമുക്ക് തോന്നുന്ന ഒരു താരം എന്ന പോലെ എൻ്റെ മനസ്സിൽ ഒരാരാധനയുണ്ട്. പക്ഷേ എന്ന് വെച്ച് അത് മറ്റ് തലങ്ങളിലേക്ക് പോകാൻ ഞാൻ സമ്മതിച്ചില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അർജുൻ്റെ അമ്മയാണ്. അവരെന്നെ മോനെന്നാണ് വിളിക്കുന്നതും. ആവശ്യമില്ലാത്ത ചിന്തകളിൽ കൂടി കാട് കയറുന്നത് ശരിയില്ലെന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരുടെ വീടിനടുത്ത്, ടൗണിനടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. വലിയൊരു അമ്പലമാണ്. അവിടെ 10 ദിവസത്തെ ഉത്സവമുണ്ട്. ധാരാളം നല്ല പരിപാടികളൊക്കെ വരും. എടാ നീ ഇങ്ങി പോരെ, ഇവിടെ രാത്രി താമസിക്കാം. പിന്നെ രാവിലെ നമുക്ക് ഒന്നിച്ച് കോളേജിൽ പോകാം. നിനക്ക് ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാമുകളും കാണുകയും ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കതൊക്കെ സന്തോഷം തന്നെ. അമ്മയോടും അച്ഛനോടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അർജുനെ പണ്ടേ അറിയാം. അങ്ങനെയാണ് ആദ്യമായിട്ട് അവൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോയത്. അതിനു മുമ്പേ അവനോട് ചോദിച്ചു, അല്ല നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ശീലമുണ്ടെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വരത്തില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ഏയ് ഈ ഉത്സവത്തിൻ്റെ സമയത്തൊന്നും അങ്ങനെ ഫ്രണ്ട്സ് വരില്ല. കാര്യം ബന്ധുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് അച്ഛൻ ഇവിടെ കാണും. കഴിഞ്ഞ ഉത്സവത്തിൻ്റെ സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊന്നും കണ്ടില്ലടാ. അമ്മ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ മദ്യപിച്ച് ഇവിടെ അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പം ചില തമാശകളൊക്കെ പറയും. അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ചിരുന്ന് അവിടെ അവരെ സൽക്കരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അവരാരും നമ്മളെ ശ്രദ്ധിക്കില്ല, നമ്മളവരെ ശ്രദ്ധിക്കുന്നില്ല. പോരെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്തായാലും അവൻ്റെ വീട് അത്ര അടുത്തുള്ളത് ഒരു സൗകര്യമാണ്. എനിക്കാണെങ്കിൽ ഈ ഗാനമേള മറ്റുമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ ആദ്യ ദിവസം അവിടെ ചെന്നു. അന്ന് ഒരു ഗാനമേളയായിരുന്നു. ഒരു 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ അത്താഴം കഴിച്ചിട്ട് ഇറങ്ങി.
ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അമ്മ വന്ന് എന്നോട് ചോദിച്ചു, മോനെ നിങ്ങൾ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ട് വരികയുള്ളൂ? ആ അത്രയേ ഉള്ളൂ ആൻറ്റി എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്താണ് പുള്ളിക്കാരി ഞാൻ ശ്രദ്ധിച്ചത്. മുല്ലപ്പൂ ഒക്കെ വെച്ച് വളരെ നാടൻ രീതിയിലാണ്, മോഡേൺ കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തു കളഞ്ഞിട്ട് ഒരു നാടൻ സുന്ദരിയായി നിൽക്കുന്നു, സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട്. നിൻ്റെ അമ്മയുടെ മാറ്റം കൊള്ളാമല്ലോ എന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഉത്സവകാലത്ത് മാത്രം ഉണ്ടാകുന്നൊരു ചെറിയ മാറ്റമാണ്, അത് കഴിയുമ്പോഴേക്കും അമ്മ പിന്നെയും തട്ടിൽ കയറും, ഫാഷനബിൾ ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ലേ നല്ലത്, ഓരോ സമയത്തും ഓരോരോ ഫാഷൻസ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവരുടെ 2-3 കോമൺ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അനിയത്തി അവിടെ ഇല്ല. അവൾ ഒരു സമയത്തും രാത്രി കാലങ്ങളിൽ ഇവിടെ ഇരിക്കാറില്ല, ഇവിടെ തങ്ങാറുമില്ല, അച്ഛമ്മയുടെ കൂടെ പോകും, ചെറുപ്പം മുതലുള്ള ശീലമാണെന്ന് പോലും. അന്ന് ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. അച്ഛനും അമ്മയൊക്കെ ഉറക്കമായിരിക്കുമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റ് അവിടെ നിന്ന് തന്നെയാണ് കോളേജിൽ പോയത്. പിന്നെ അന്ന് രാത്രിയിൽ അവിടെ എനിക്കിഷ്ടപ്പെട്ട പ്രോഗ്രാം ആയിരുന്നില്ല, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം വൈകുന്നേരവും ഞാൻ പതിപോലെ അവിടെ ചെന്നു. കോളേജിൽ നിന്ന് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. രാത്രി 8 മണിയായി കാണും. എൻ്റെ ഫ്രണ്ട് മുകൾ മുറിയിലാണ്, അങ്ങോട്ട് കയറി ചെന്നാൽ മതി. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും തുറന്നത് അവൻ്റെ അമ്മയാണ്. ഈ വട്ടം നല്ലൊരു സാരിയിലാണ്, പക്ഷേ അവരുടെ കാലുകൾ കുഴയുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. എന്നെ കണ്ടപ്പോൾ, നീ എന്താ മോനെ ഇന്നലെ വരാഞ്ഞേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ എനിക്ക് പറ്റിയ പ്രോഗ്രാം ആയിരുന്നില്ല, നിനക്ക് എന്ത് പ്രോഗ്രാമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ചുമലിൽ തലോടി. എനിക്ക് കൂടുതൽ ഇഷ്ടം ഗാനമേളയാ. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവർ പേച്ച് വീഴാൻ തുടങ്ങി. ഉടനെ അവർ എന്നെ ബലമായെന്ന് പിടിച്ചു. ആൻറ്റി എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ എൻ്റെ കൈവിരലിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്താ മോനെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി സോഷ്യൽ ഡ്രിങ്കിങ് ആവാമല്ലോ. നീയും അവനും കൂടെ മുറിക്കകത്ത് അടച്ചിരുന്ന് എന്താ അവിടെ കച്ചേരി നടത്തുകയാണോ? നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കില്ലേ? സിഗരറ്റ് വലിക്കില്ലേ? മറ്റു പല പരിപാടികളുമില്ലേ? ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ മദ്യപിക്കുകയൊന്നുമില്ല. അത് കളാ, നിങ്ങളിപ്പോഴത്തെ പിള്ളേർ, ജെൻസി പിള്ളേർ, നിങ്ങൾക്ക് മദ്യത്തോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. മറ്റു പലതും ഉണ്ടല്ലോ. ആൻറ്റി എന്തായി പറഞ്ഞത്? ഞങ്ങളൊന്നും ഉപയോഗിക്കില്ല. ആഹാ, 2 പുണ്യാളന്മാരാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മകൻ ഒരു പുണ്യാളനല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും നിൻ്റെ കൂട്ടുകെട്ടുകൊണ്ട് അവരൊരു പുണ്യാളനായല്ലോ. ആ ചെല്ല് എന്ന് പറഞ്ഞ് അവരെന്നെ ജസ്റ്റ് തട്ടിവിട്ടു. ഞാൻ ഓർത്ത്, ഇവർക്ക് എന്ത് പറ്റി? സാധാരണ എന്നെ കാണുമ്പോഴേക്കും നല്ല സ്നേഹമാണ്, കുടിച്ചു കഴിയുമ്പോഴേക്കും സ്വഭാവം മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെ മാറുമോ? ഇവരെ ശരിക്കും ദുരൂഹതയുള്ളൊരു സ്ത്രീയാണ്, ഇവരെ സൂക്ഷിക്കണമെന്ന് അന്ന് എനിക്ക് തോന്നി. രാത്രി 1 മണിയായപ്പോൾ ഗാനമേള കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ വീട് ഏകദേശം കതക് പാതി തുറന്നിട്ടിരിക്കുകയാണ്. അകത്ത് കയറി ചെന്നപ്പോഴുണ്ട് അവിടെ അവൻ്റെ അച്ഛനും അമ്മയും പിന്നെ 2-3 ആൺ സുഹൃത്തുക്കളുമുണ്ട്. ചെറിയൊരു ഡ്രിങ്ക് പാർട്ടി തന്നെ അവിടെ നടക്കുകയാണ്. വിഭവങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾ മുകളിലേക്ക് കയറാൻ പോയി കഴിയുമ്പോഴേക്കും അവൻ്റെ അമ്മ ഓടി വന്നു. എന്താ മോനെ നീ കയറി പോകുന്നത്? എൻ്റെ മോനോ ഇതിലൊന്നും താല്പര്യമില്ല, നീ ഇങ്ങോട്ട് വന്നേ, ഇവർക്കെല്ലാം നിന്നെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ കാണിച്ചു. പോറ്റപ്പെട്ടതവ എന്നുള്ള രീതിയിൽ അവൻ മുകളിലേക്ക് കയറിപ്പോയി. എന്നെ അവർ അവിടെ കൊണ്ടുവന്ന് ഒരു കസലിരുത്തി. മോൻ ഇതുവരെയും ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ല. എങ്കിൽ ദേ, ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, സാധാരണ സാധനമൊന്നുമല്ല, ഇതിന് ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ്, ഇത്തിരി ഒന്ന് കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ അച്ഛനെ നിർബന്ധിച്ചു. അതിനെന്താ മോനെ, ആണുങ്ങളായി കഴിഞ്ഞാൽ ഇതൊക്കെ ചെറുപ്പത്തിലെ ഇത്തിരി അറിഞ്ഞു തുടങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ നിർബന്ധിച്ച് എനിക്ക് തന്നു മാഡം. എന്ത് ചെയ്യാനാ, ആ സമ്മർദ്ദത്തിൽ ഞാനത് കുടിക്കുകയും ചെയ്തു. ഞാൻ കുടിച്ചിട്ടേ ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, ഇടയ്ക്കുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഹൈ ക്ലാസ് സാധനങ്ങളൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. പെട്ടെന്ന് അതിലൊരാൾക്ക് ഫോൺ വന്നു. അവർ പോകാൻ തുടങ്ങിയാണ്. ഉടൻ തന്നെ ബാക്കിയുള്ളവരെല്ലാം കൂടി എഴുന്നേറ്റു. പക്ഷേ അവൻ്റെ അമ്മ മാത്രം എഴുന്നേറ്റില്ല, അവിടെ ഇരുന്നു. അവർക്ക് ടാറ്റ കൊടുത്തു. അവർക്ക് എഴുന്നേക്കാൻ വയ്യായിരിക്കും. എന്തായാലും അച്ഛനും അവരെല്ലാം കൂടെ പുറത്തു പോയി. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർ പോവുകയും ചെയ്തു. അച്ഛൻ തിരിച്ചു വരുന്നത് കാത്ത് ഞാനിരുന്നു. അങ്ങയുടെ ഒരു വാക്ക് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോകാം, ഇനി അവനോട് സോറി പറഞ്ഞിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചു. കാര്യം തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിരുന്നു. ഞാനിപ്പോൾ ആൻറ്റിയോട് ചോദിച്ചു, അല്ല ആൻറ്റി അങ്കിൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ, അവരുടെ കൂടെ പോയെന്ന്. അപ്പോൾ ആൻറ്റി എടുത്ത വായി പറയണം, ആ ഡാഷ് മോനെ എവിടെയെങ്കിലും പോട്ടെ, അവൻ ഇനി രാവിലെ വരെ തിരിച്ചു വരാതിരിക്കുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞെന്ന്. അപ്പോഴേക്കും ആൻറ്റി എന്നോട് പറഞ്ഞു, അതൊക്കെ പിന്നെ പറയാം,
തൽക്കാലം ദേ ഇത്തിരി കൂടി ബാക്കിയുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? എൻ്റെ പൊന്നു മോൻ കുടിക്ക്. എൻ്റെ മോനോ കുടിക്കില്ല. എൻ്റെ മോന് തരുന്നത് പോലെ ഞാൻ ഒഴിച്ചൊഴിച്ച് തരാം എന്ന് പറഞ്ഞു. വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ നീ ആണാണെങ്കിൽ കുടിക്കും എന്നവർ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ എടുത്തു തന്നപ്പോൾ എനിക്ക് നിരസിക്കാൻ പറ്റില്ല. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുകയാണ്, ഇനിയിപ്പം നീ മുകളിലേക്കൊന്നും കയറിപ്പോകണ്ട, ഇന്ന് ഉത്സവത്തിൻ്റെ രാത്രിയല്ലേ, നമുക്ക് ഉറങ്ങണ്ടാന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, അവൻ കാത്തിരിക്കും, ഞാൻ മുകളിൽ കയറിപ്പോവാന്ന്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്നെ പിടിച്ച് കസേരയിലിരുത്തി. അവർക്ക് അസാധാരണമായ ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞതിനെ എതിർക്കാനുള്ള മനസ്ഥിതി അപ്പോൾ എനിക്കില്ല. അവർ കസേര വലിച്ചിട്ട് എന്നോട് കൂടുതൽ ചേർന്നിരുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, നീ സത്യമേ പറയാവൂ. എൻ്റെ മോന് വല്ല ലൈനുമുണ്ടോ? ഇല്ല ആൻറ്റി, അതും തടയില്ലാത്തത് ഈ പ്രായത്തിൽ പെണ്ണുങ്ങളുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് നടക്കേണ്ടതല്ലേ. ആട്ടെ, നിനക്ക് ലൈനുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയം തൊട്ടേ വേറെന്തോ ഉണ്ട്. ആൻറ്റി എന്തായി പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ എൻ്റെ ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഡാഷാണോ എന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒന്ന് പോ ആൻറ്റി, ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്, നല്ല ബ്രദേഴ്സാണ്. ഇപ്പം ബ്രദേഴ്സാണ് എന്നാൽ രണ്ടുപേർക്ക് പെണ്ണുങ്ങളോട് യാതൊരു താല്പര്യവുമില്ല. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ രണ്ടാമ്പിള്ളേര് നീയും എൻ്റെ മോനും മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞ ചില ഡൗട്ടുകളുണ്ട്. അങ്ങനെയൊന്നുമില്ല ആൻറ്റി. എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. ഒരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് നീ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ലെന്ന് ആൻറ്റി ഉറപ്പിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്തു തരും. അതെന്ത് ടെസ്റ്റ് ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ആദ്യം കണ്ണടച്ചിരിക്കുക, ഒന്നിനും പ്രതികരിക്കരുത്. നീ പ്രതികരിച്ചാൽ ഈ ടെസ്റ്റിൽ നീ തോക്കും, നീ ഔട്ടാകുകയും ചെയ്യും. നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ അനങ്ങാതിരുന്നോണം എന്ന് പറഞ്ഞു. ആ ലഹരിയിൽ അവർ പറഞ്ഞതൊക്കെ അനുസരിക്കാനുള്ളൊരു മൂഡ് എനിക്കുണ്ടായിരുന്നെന്ന് തോന്നുന്നു മാഡം. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കൈകൾ ഇഴഞ്ഞിഴഞ്ഞു വന്നു. എന്താണ് കാര്യമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ അവർ പറഞ്ഞത് അനുസരിക്കണ്ടേ? ആ ടെസ്റ്റിൽ ഞാൻ വിജയിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ അനങ്ങാതെ ഇരുന്നു. അവസാനം അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലെ പണ്ടത്തെ സങ്കല്പവും ഇപ്പോഴത്തെ സാഹചര്യവും ചേർന്ന് മറ്റൊരു വേലിയേറ്റം സൃഷ്ടിച്ചു. ഞാൻ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ടെസ്റ്റ് ഞാൻ നടത്തിയെടുക്കും. ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞ ശേഷം മാത്രം നീ എതിർക്കുക എന്ന് കാതിൽ പറഞ്ഞു. പക്ഷേ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വളരെ ഉയർന്ന മൂല്യത്തിലുള്ളതായിരുന്നു. ആ റിസൾട്ട് നന്നായി മനസ്സിലാക്കിയ ശേഷം അവർ എന്നോട് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് ഞാൻ തന്നിരിക്കുന്നു. എൻ്റെ എല്ലാ ഡൗട്ടുകളും മാറിക്കിട്ടി. ഇന്നിനി നിനക്ക് ഉറക്കമില്ല മോനെ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവർ റിലീസാക്കാതെ ഞാൻ എങ്ങനെ മാഡം അവിടെ നിന്ന് രക്ഷപ്പെടുക? വേലിയേറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേലിയിറക്കം നടക്കില്ലല്ലോ. അങ്ങനൊരു അവസ്ഥയിലായിരുന്നു. അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ കുഴലത്തുകാരൻ്റെ പുറകെ പോകുന്ന ആളുകളെപ്പോലെ, ആ കഥയിലെ ക്യാരക്ടറിനെ പോലെ ഞാൻ അവരുടെ കൂടെ പോയി. അവർ അപ്പോൾ മതിഭ്രമത്തോടു കൂടി പുലമ്പുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെയല്ല നീ. ഞാൻ ചെറിയൊരു നോട്ടമേ ഇട്ടുള്ളൂ. എൻ്റെ നോട്ടം എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള റിസൾട്ട് എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദിവസങ്ങളായി ഒന്നും ഭക്ഷിക്കാതെ മരുഭൂമിയിൽ അലയുന്നവളെപ്പോലെയാണ് ഞാൻ എന്ന് അവർ എൻ്റെ ചെവിയിൽ പറഞ്ഞു. നീ എന്നെ അനുസരിക്കില്ലേ മോനെ എന്ന് ചോദിച്ചുള്ള അവരുടെ നയപരമായ ചക്രവാത ചുഴിയിൽ ഞാൻ വീണുപോയി മാഡം. എനിക്കവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല. വേണ്ടാന്ന് എൻ്റെ മനസ്സ് പറഞ്ഞെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. എനിക്ക് ഒന്നും അറിയില്ല. അത് അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എന്നെ ശ്രദ്ധിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞ ശേഷമാണ് അവർ അവരുടെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. തായമ്പക താളം കൊട്ടി മുറിയാകെ പ്രതിധ്വനിച്ചു. പേടിയും ഭയവുമൊക്കെ എന്നിൽ നിന്നും വിട്ടുമാറി. സവാരിക്കാരിയായി അവർ മാറി. എനിക്ക് ഒന്നും ഓർമ്മയില്ല. കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല.
കുറെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്ന് വാതിൽ മുട്ടി ബഹളം വെച്ചു. അവൻ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. എന്നെ ഒത്തിരി വഴക്ക് പറയുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. അസഹനീയമായ ചില മാറ്റങ്ങൾ എനിക്കുണ്ടായിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ, അത്രത്തോളം പ്രശ്നമായിരുന്നു. അവസാനം അവൻ എന്നെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ശരിയല്ലെന്ന് മനസ്സിലായത്. അവൻ താഴെ ഇറങ്ങി ചെന്നിട്ട് അവൻ്റെ അമ്മയോട് ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയിൽ അവൻ ബൈക്കുമെടുത്ത് എന്നെ പുറകെ വെച്ചിട്ട് വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അറിയാതെ പറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാമുകിയുമായുള്ള ഒരു സമാഗമത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. ഡോക്ടർ അന്ന് എനിക്ക് വേണ്ട ചികിത്സകളൊക്കെ ചെയ്തു. പക്ഷേ അത് അതികഠിനമായിരുന്നു മാഡം. അത് ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് 3-4 ആഴ്ച എടുത്തു. ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ മിണ്ടാറില്ല. ഞാൻ അവൻ്റെ വീട്ടിൽ പോകാറുമില്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിശബ്ദമായി അവസാനിച്ചു മാഡം. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പറ്റിപ്പോയി. ആ ബന്ധം അങ്ങനെ നഷ്ടപ്പെട്ടു. ആ സ്ത്രീയെ കാണാനുള്ള സാഹചര്യവും എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ നടന്നു നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത മനസ്താപം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല മാഡം, ഈ ഒരു കാര്യം കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ശരിയായി വന്നിട്ടും എനിക്ക് ഒരു കാര്യങ്ങൾക്കും ഒരു ഉത്സാഹമില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. പെട്ടുപോയ പോലെ തോന്നുന്നു. മാഡത്തിൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ എത്രത്തോളം ആക്റ്റീവാണെന്ന് നമുക്ക് കഥയിൽ നിന്ന് തന്നെ അറിയാമല്ലോ. അവർക്ക് പിന്നെ മുന്നും പിന്നും ഒന്നും നോട്ടമില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണും കാണില്ല. അപ്പോൾ ഇവനെ പർപ്പസ്ഫുള്ളി അവിടെ വിളിച്ചിരുത്തി, ചിലപ്പോൾ ഭർത്താവ് പറഞ്ഞുകൊണ്ടായിരിക്കും. നമുക്ക് ഈ കഥയൊക്കെ കേട്ടിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആ ഒരു കാര്യത്തിൽ ദുരൂഹതയുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ലായിരിക്കാം. എന്തായാലും അവനെ വിളിച്ചടുത്തിരുത്തി. അവർ ഉറഞ്ഞു തുള്ളിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്കറിയാം അതൊരു പുതിയ ആളാണ്, അല്ലെങ്കിൽ പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന ആളാണ് എന്നറിയാമെങ്കിൽ പോലും അവർക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ആവേശം വല്ലാതെ വഴി മാറിപ്പോയി. അപ്പോൾ പുതുതായി ചെന്ന പുതിയ ലോകത്തിലേക്ക് പോയ ഇവനാണ് അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അവർക്ക് പ്രശ്നമില്ല, കാര്യം അവർക്ക് ഇതേപോലുള്ള 100 ലോകങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവനത് വളരെ വലിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ക്ഷതങ്ങളും ഒക്കെ സംഭവിച്ചു. അത് ഡോക്ടറെ കണ്ടു ശരിയാക്കിയെടുത്തു. പക്ഷേ പറഞ്ഞതുപോലെ ഏതൊരു മനുഷ്യനും ആദ്യമായിട്ട് ഒരു മേഖലയിലേക്ക് കടക്കുമ്പോഴേക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് വലിയ ഒരു അത്ഭുതപ്പെട്ട കാര്യമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അമിതമായ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. അങ്ങനെ വന്നിട്ടുള്ള ഒരു കഥയാണ് ഈ പയ്യൻ്റേത്. എന്തായാലും അത് ഡോക്ടറൊക്കെ ചികിത്സിച്ച് നേരെയാക്കി. പക്ഷേ അതിൻ്റെ പരിണത ഫലങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോഴുമുണ്ട്. അപ്പം അതിന് ഒരു 5-6 മാസം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. റെഗുലറായിട്ടുള്ള ചെക്കപ്പുകൾ നടത്തുക, നോർമൽ രീതിയിലാകും. പക്ഷേ സൂക്ഷിക്കുക. അതനുസരിച്ച് ഡോക്ടറെ കാണാതിരിക്കില്ല. ഒറ്റ വട്ടം പോയി കണ്ടിട്ട് തിരിച്ച് വന്ന് വീട്ടിലിരിക്കരുത്. ഇടയ്ക്ക് ചെക്കപ്പുകൾ നടത്തുക. ശരിയാകും കേട്ടോ.